ഇതും ചോദിച്ചു. ഞാൻ സമാധിയാവും പെണ്ണെന്ന് പറഞ്ഞു. അപ്പോൾ പോയെന്നു പറഞ്ഞു. പിന്നെ ആ ധ്യാനത്തിന് ഇരുന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ സമാധിയായത്. മുന്നേ അറിയുമല്ലോ സമാധിയാവാൻ പോകും. അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലുള്ള മെഡിസിൻസ് ഒന്നും എടുക്കാറില്ല. പിന്നെ ഈ പുള്ളി എന്തിന് മെഡിസിൻ എടുത്തു എന്നുള്ളതാണ് ഈ ഓരോ ആക്ഷേപങ്ങൾ വരുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇന്നലെ ഈ ഇവിടെ പ്രതിഷേധം ഉണ്ടാക്കി എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം? എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടായിരുന്നു അതിന് മുന്നിൽ? ഇന്നലെ ഇവിടെ പ്രശ്നങ്ങളും കാരണം ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണ്. കാര്യം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് ഈ നമ്മുടെ ഈ കാവ് വിളാകത്തിലുള്ള നാഗരുടെ പ്രതിഷ്ഠ അത് എടുത്ത് മാറ്റാനായിട്ട് മുസ്ലിങ്ങൾ അത് തയ്യാറാകുന്നുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഗര അമ്പലത്തിന് സമീപം ഒരു മുസ്ലിം സ്ത്രീയുടെ അവിടെ ഒരു വസ്തുവുണ്ട്. അവർ അത് വിൽക്കാനായിട്ട് സാധിക്കാതെ, അതൊരു കുളമാണ്, അവർക്ക് അത് മണ്ണിട്ട് നിമത്തി വിൽക്കാൻ സാധിക്കാതെ അവർ ക്ഷേത്രത്തിൽ വന്ന് എന്താ പറയുക, ഒരു നമുക്കൊക്കെ വിഷമം ഉളവാക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ കളക്ടർ ഓഫീസിലും നെയ്യാറ്റിൻകര സ്റ്റേഷനിലൊക്കെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഒരുപാട് വിഷമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ഷേത്രത്തിന് വേണ്ടി അവർ ഇന്ന് വരെയ്ക്കും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. കാര്യം അവർ നാഗരുടെ പ്രതിഷ്ഠ എടുത്തു മാറ്റണം എന്നാണ് അവർ ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സമാധാനമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി. ഈ സമാധിയായ അമ്പലത്തിൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കാത്തിരുന്ന് എടുത്ത് ചാടിയതാണത്. ഈ സമാധിയായപ്പോൾ നിങ്ങൾ സിറ്റിയിൽ ജോലിക്കല്ലേ ആയിരുന്നു? ആ പോസ്റ്റർ അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? പോസ്റ്റർ അടിക്കാൻ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനടുത്ത് പൂവും അതും വാങ്ങിച്ചിട്ട് ആലുമൂട് ബാനറും അടിച്ചത് ഞാൻ തന്നെയാണ്. ഒരു ഏകദേശം ഒരു 4-6 അകത്ത് വരും. എത്ര മരണപ്പെട്ട ദിവസം? സമാധിയായ ദിവസം? സമാധിയായ ദിവസം അത് 9/1/2025 വ്യാഴാഴ്ച ദിവസം. എത്ര മണിക്കായിരുന്നു? എന്താ അല്ല, ഈ പോസ്റ്റർ ഒട്ടിച്ച് അന്നത്തെ ദിവസം അടിച്ചു? പോസ്റ്റർ അടിച്ചു. അത് ഒട്ടിച്ചത് 10-ാം തീയതി വെളുപ്പിലെ 3:30 മണിക്ക്. ഈ സമാധിയെ കുറിച്ച് അച്ഛൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സമാധിയാകുന്ന അതിൻ്റെതായ ഒരു ഭവ്യത. അത് സമാധിയെ കുറിച്ച് അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിനി 3 ദിവസം കൂടെ കാണുള്ളൂ എന്ന് എന്തെന്ന് ചോദിച്ചു. ഞാൻ സമാധിയാവും പെണ്ണെന്ന് പറഞ്ഞു. അപ്പൊ പോയെന്നു പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മ തമാശ രൂപേണാണ് എടുത്തത്. അങ്ങനെ ഒരു 3-ാമത്തെ ദിവസം അനിയൻ ശ്രീകോവിലെ നട തുറന്നു. അച്ഛൻ അവിടെ പൂജയ്ക്ക് പോയായിരുന്നു. പൂജയും ദീപാരാധനയും എല്ലാം കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഏകദേശം 10 മണിയാകുമ്പോൾ അവിടെ ധ്യാനത്തിന് പോയിരുന്നു. അപ്പോൾ ധ്യാനത്തിന് പോകുന്നതിന് മുന്നേ അച്ഛൻ എൻ്റെ അനുജനോടടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ ഞാനിന്ന് സമാധിയാകും എന്ന്. അപ്പോൾ പുള്ള് എൻ്റെ അച്ഛനോടൊപ്പം അനിയനുണ്ടായിരുന്നു. 10 മണിക്ക് അച്ഛൻ ധ്യാനത്തിൽ അവിടെ ഇരുന്നപ്പോൾ സമാധിയാകുമെന്ന് പറഞ്ഞത് കൊണ്ട് പുള്ള് അനിയൻ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് ഇരുന്ന് തന്നെയാണ് എൻ്റെ അച്ഛൻ സമാധിയായത്. ഋഷിപീഠത്തിൽ ധ്യാനത്തിൽ ഇരുന്ന് തന്നെയാണ് അച്ഛൻ സമാധിയായിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ മരുന്ന്, ഷുഗറിന്റെയും BP-യുടെയും മരുന്ന് കഴിച്ചാണ് പോയെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് എന്താണ്? അത് ഞാൻ പറയാം. ഇപ്പോൾ പ്രായമെത്തുന്ന എല്ലാവർക്കും പല അസുഖങ്ങളും ഇതെല്ലാം ഉണ്ട്. എത്ര കഴിവുള്ള എത്ര ശക്തിയുള്ള മനുഷ്യരായാലും അവർക്ക് അസുഖങ്ങളില്ലാത്ത ആരുമില്ലല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഇതിപ്പോ ഹിന്ദുവിന്റെ ഇതനുസരിച്ച് ഇതൊക്കെ ഇങ്ങനത്തുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അഗസ്ത്യർ സ്വാമി ഇതിനൊക്കെ വേണ്ടി ഔഷധങ്ങൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷിലായിട്ടുണ്ട്. അപ്പോൾ ഇത് അസുഖങ്ങളില്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ സാധാരണ അച്ഛൻ ഇവിടെ അമ്പലത്തിലുള്ള പൊങ്കാല പായസം, അതിട്ട് തേന്, കറക്കണ്ട്, ഇതൊക്കെയാണ് സാധാരണ കൂടുതൽ കഴിക്കാതെ. അങ്ങനെ ചെറിയ ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം ഒരു ആക്ഷേപം പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമാധി മുൻകൂട്ട് അറിഞ്ഞ ഒരാള് ഇങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല, പിന്നെ എന്തിന് രാവിലെ മരുന്ന് കഴിച്ചു എന്നുള്ളത് ആക്ഷേപമാണ് വരുന്നത്. അല്ല, അത് മക്കൾ ഞാൻ പറഞ്ഞുതരാം. ഹാഷിപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ എന്ന് പറയുമ്പോ അമ്മയുടെയും മകന്റെയും ധർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛന് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നത് അനിയനാണ് അമ്മേരയില്. അപ്പൊ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് മകന്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അമ്മ പറയും മക്കളെ അച്ഛന് മരുന്ന് കൊടുത്തോ എന്ന് എടുത്ത് ചോദിക്കേണ്ടത് അമ്മയുടെ കടമയാണ്, അച്ഛന് മരുന്ന് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരാളിപ്പോ വയ്യാത്ത ഇപ്പൊ ഒരാൾ ഇപ്പൊ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് അമ്മയല്ലേ എടുത്തു കൊടുക്കുക. അത്രത്തോളം അമ്മ അവർ പറയുന്ന അങ്ങനെ അച്ഛൻ കഴിച്ചായിരുന്നു അച്ഛൻ അപ്പൊ പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഇല്ലല്ലേ അപ്പൊ ആ സമയത്ത് വേണ്ടാന്ന് പറയാനുള്ള പ്രതികരിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അച്ഛൻ ഇപ്പൊ സമാധി ആകുമെന്ന് പറഞ്ഞു വീട്ടിൽ ഇരുന്നു, ഭക്ഷണം കഴിച്ചു, മെഡിസിൻ അല്ല ഇവര് പറയുന്ന ഒരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമാധി ആകുമ്പോൾ മുന്നേ അറിയുമല്ലോ സമാധി ആവാൻ പോകും. അപ്പൊ അങ്ങനെയുള്ളവര് ഇതുപോലുള്ള മെഡിസിൻസ് ഒന്നും എടുക്കാറില്ല. പിന്നെ ഈ പുള്ളി എന്തിന് മെഡിസിൻ എടുത്തു എന്നുള്ളതാണ് ഈ ആ ഒരു ആക്ഷേപങ്ങൾ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ആ സംഭവങ്ങൾ അറിയാം. പക്ഷെ നോർമലി എന്നും കൊടുക്കുന്നത് പോലെയാണ്, രാവിലെ കഴിക്കുന്ന മെഡിസിന് കൊടുക്കുന്നത് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അനുജനാണെങ്കിൽ അമ്മയുടെ കയ്യിലാണ് എടുത്തു കൊടുക്കുന്നത് മെഡിസിൻ. ചിലപ്പോ അമ്മ എന്തെങ്കിലും തിരക്കാണെങ്കിൽ അനിയ എടുത്തു കൊടുക്കുക. അന്നേരം അനിയ അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പുത്രധർമ്മവും ഭാര്യയുടെ ധർമ്മമാണ് അത്. പിന്നെ ഒരു സംശയം ഇവര് പലരും പറയുന്നത് അച്ഛൻ കിടപ്പിലായിരുന്നു. അച്ഛൻ ഒരിക്കലും കിടപ്പിലായിട്ടിരുന്നില്ല. അച്ഛൻ ഒരിക്കലും കിടപ്പിലായിരുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. അതില് ഇത് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയത് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് പുറകിലുള്ള ബിഷംബരൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ കഥകളെല്ലാം കെട്ടിച്ചമച്ചത്. ഇതിന് വിരോധം വരാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ വീട്ടിലോട്ട് പോകാനായിട്ട് അവിടെ ബൈക്ക് കയറാനും കാർ കയറാനുള്ള വഴിയില്ല. അപ്പോൾ വഴി ഇല്ലാത്തതിനാൽ കാരണം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു വഴി തരുമെന്ന്. ഞങ്ങൾ പറഞ്ഞു വഴി തരാം, നിങ്ങളൊരു കാര്യം ചെയ്ത് നമ്മുടെ വീടിന്റെ ഈ സൈഡിൽ കൂടെ അവസ്ഥ ഉണ്ടല്ലോ, അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അത് അവർക്ക് പറ്റില്ല, നമുക്ക് അതിലേ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒടുക്ക മെമ്പറെ വിളിച്ചോണ്ടിരുന്നു. മെമ്പറെ വിളിച്ചോണ്ടിരുന്നു, വാർഡ് മെമ്പറെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛനടുത്ത് സംസാരിച്ച്. അപ്പോ സ്വാമി ഇനി ഇവരിങ്ങനെ പറയണം, അപ്പൊ ഇവിടെ കൂടെ വഴി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഞാന് ധ്യാനത്തിനിരിക്കുന്നത് ഞാൻ ഇവിടെയാണ്, ഒരാളിന്റെ മൂട്ടിൽ ഞാനൊരു തണലത്ത് ഞാൻ ധ്യാനത്തിനിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഈ ധ്യാനത്തിനിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ എനിക്ക് എന്റെ ഇനി വയസ്സാകുന്ന സമയത്ത് ഞാൻ ഇവിടെയാണ് സമാധി ഇരിക്കാൻ പോണത് എന്ന് അജിത മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ, ഞാൻ സമാധി ഇരിക്കുന്ന ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരൊക്കെ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അച്ഛൻ 5 വർഷത്തിന് മുന്നേ ക്ഷേത്രത്തിന്റെ പണികൾ തീർക്കുന്ന സമയത്ത്, അപ്പോ വിഗ്രഹത്തിന്റെ പണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അച്ഛൻ മൈലാടിയിൽ നിന്ന് ഇരിക്കുന്ന എന്താ പറയാ തറയിൽ തിളക്കല്ലല്ല പീഠം പോലെ ഇരിക്കുന്ന അതും കരിങ്കല്ലിൽ തീർത്ത സ്ലാബൊക്കെ അച്ഛന് വേണ്ടി അച്ഛൻ 5 വർഷത്തിന് മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ അടുത്തും അനുജന്റെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു വിവാദം പറഞ്ഞു, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇതില്ലയോ ഈ സമാധി ഇരുന്ന സ്ഥലം, ഇത് മുമ്പേ ഇതിന്റെ പൊസിഷൻ ഇങ്ങനെ തന്നെ ആയിരുന്നു? തീർച്ചയായിട്ടും. അതായത് 5-6 കൊല്ലം മുമ്പ് വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇങ്ങനെ പൊങ്ങിയും മേളിലോട്ട് ഇങ്ങനെ നീണ്ടും സൈഡ് നീണ്ടുക അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ചാരു കസേരയും കൂടെ വെച്ച സിംഹാസനത്തിന്റെ രൂപത്തിലായിരുന്നു, ആ രീതിക്കാണ് ഇരുന്നിട്ടുള്ളത്. അപ്പൊ അത് പക്ഷെ അത് അത്രയും വെച്ച് കഴിഞ്ഞാൽ സിംഹാസനം പോലെ. പക്ഷെ ഋഷി പീഠം എന്ന് പറയുന്നത് അങ്ങനെ ചാരി ഇരിക്കാനെന്നുള്ള ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് കുറുക്കോ തലയോ ടച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്.